വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷത്തിൽ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്ന 25ഓളം ആളുകൾ നമ്മുടെ ചാനലിലെ ഈ 3 ടിപ്സ് മാത്രം ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ആ ടിപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വിവാഹം കഴിഞ്ഞിട്ട് ശരിക്കും 1 വർഷം വരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ ഒന്നും കാണാതെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ആ 1 വർഷവും നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ പിന്നീട് അതിനുശേഷം നിങ്ങൾ ഡോക്ടറെ പോയി കാണണം, ചെക്കപ്പ് നടത്തണം. ആർക്കാണ് ബുദ്ധിമുട്ട് ഉള്ളത്, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ ഡോക്ടറോട് കൂടി സംസാരിച്ചിട്ട് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്ക് ഒപ്പം ഡോക്ടറുടെ ടിപ്സിനോടൊപ്പം തന്നെ നാച്ചുറലി വീട്ടിൽ ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ടിപ്സിനെ പറ്റിയിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തു വരുന്നത്. ഒരുപാട് പേര് ആ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആകുന്നുണ്ട്. നമ്മുടെ അടുക്കളയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ പറമ്പുകളിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന, നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹോം റെമഡീസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അതിൽ ഈ 3 വർഷത്തിൽ കൂടുതലായിട്ട് 25 പേർക്ക് പ്രഗ്നൻസി കിട്ടാൻ സഹായിച്ച ടിപ്സിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ബീറ്റ്റൂട്ടും പോമിഗ്രാനൈറ്റും ആണ്. അതായത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ബീറ്റ്റൂട്ടും മാതള നാരങ്ങയും. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ബീറ്റ്റൂട്ടും മാതള നാരങ്ങ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും നമ്മുടെ ഓവറോൾ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ശരിക്കും ഇതിനേക്കാളും നല്ലൊരു ടിപ്പ് നമുക്ക് കിച്ചണിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് മാതള നാരങ്ങയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏതൊരാൾ ഹോസ്പിറ്റലിൽ കിടന്നാലും നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റംസിൽ ഏറ്റവും അധികം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് മാതള നാരങ്ങ എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, വിറ്റമിൻ കെ ഉണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ടല്ല നടക്കുന്നതെങ്കിൽ, അതായത് അതിലോട്ടൊക്കെ ന്യൂട്രിയൻസ് എത്തുന്ന തരത്തിലല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നതെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ ബാധിക്കും. സ്ത്രീകൾക്ക് ഗുണം കിട്ടുന്നതോടൊപ്പം തന്നെ പുരുഷനും ഒരുപാട് ഗുണങ്ങൾ മാതള നാരങ്ങ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പുരുഷന് ഇജാക്കുലേഷൻ മുമ്പ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മോട്ടിലിറ്റി കൂടുതലുള്ള മൂവിംഗ് ആയിട്ടുള്ള സ്പേം പ്രൊഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ, ആ സമയങ്ങളിൽ നിങ്ങൾ ഹസ്ബൻഡിന് ഇത് കൊടുക്കുക. സ്പേമിനെ എല്ലാം തരണം ചെയ്തിട്ട്, അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നതും നാച്ചുറലി വരുന്നതുമായിട്ടുള്ള എല്ലാ ഒബ്സ്റ്റക്കിൾസിനെയും തരണം ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി പുരുഷന്റെ സെമന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ മാതള നാരങ്ങ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ സ്ട്രെസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് എഗ്ഗിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. PCOD ഉള്ള ഒരുപാട് ആളുകൾക്ക്, അതുപോലെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകൾക്കൊക്കെ ഇത് നല്ലതാണ്. ബിക്കോസ് അവരുടെ ഫോളിക്കിൾസിൽ ആന്റി ഓക്സിഡൻസിന്റെ അളവ് കുറവായിരിക്കും. PCOD ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി നടക്കാത്തത് അവരുടെ എഗ്ഗിന്റെ ക്വാളിറ്റി കുറയുന്നത് കൊണ്ടാണ്. നമ്മൾ നാച്ചുറലി ട്രീറ്റ്മെന്റുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ മെഡിസിൻസ് ഒപ്പം എടുക്കുന്നുണ്ടെങ്കിലും അതിന്റെയും കൂടി ബെനിഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനടി പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. രണ്ടാമത്തേതാണ് ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത്. ബീറ്റ്റൂട്ടും ഇതിൽ അടങ്ങിയിട്ടുള്ള നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ബ്ലഡ് വെസൽസ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ രക്തത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് കട്ടിയായിട്ട് വളരുന്നതിനും അതുപോലെ പുരുഷന്റെ സ്പേമിന്റെ കൗണ്ടും മോട്ടിലിറ്റിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ ഇയും ഹെൽത്തി സ്പേമിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ സ്ത്രീകൾക്കും പുരുഷനും അവരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. ഒരു ഫെർട്ടിലിറ്റി ബൂസ്റ്ററായിട്ടും ശരീരത്തിനെ ഒന്ന് ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ബീറ്റ്റൂട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മാതള നാരങ്ങ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊരിക്കലും ജ്യൂസ് അടിച്ച് നിങ്ങൾ കുടിക്കാതിരിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജ്യൂസ് അടിച്ച് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് സത്ത് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ഒരിക്കലും തെറ്റാണെന്ന് പറയുന്നില്ല, നമുക്ക് സത്ത് ഭയങ്കര കുറവായിരിക്കും അതിലോട്ട് കിട്ടുന്നത്. അത് മാത്രമല്ല പലരും ആഡ് ഓൺ ആയിട്ട് ഷുഗർ ചെയ്യാറുണ്ട്. ഇതും നല്ലതല്ല. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വഴിക്ക് പോകണമെങ്കിൽ നാച്ചുറൽ അത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെ കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജ്യൂസ് അടിച്ചിട്ട് നിങ്ങൾ കുടിക്കുക. വെള്ളം ഭയങ്കരമായിട്ട് കുറച്ച്, അതുപോലെ പഞ്ചസാര ഒട്ടും തന്നെ ആഡ് ചെയ്യാതെ നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് ഇത് കുടിക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ബീറ്റ്റൂട്ട് നിങ്ങൾക്ക് തോരൻ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബീറ്റ്റൂട്ട് ജ്യൂസ് ആയിട്ടോ അടിച്ച് കുടിക്കാവുന്നതാണ്. സാലഡിൽ കൂടുതൽ ബീറ്റ്റൂട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. സാലഡിൽ നല്ലോണം വേവിച്ചിട്ട് ബീറ്റ്റൂട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണെങ്കിൽ തന്നെയും അത് വേവിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ.
രണ്ടാമത്തേതെന്ന് പറയുന്നത് ദിവസവും 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം 45 മിനിറ്റ് വരെ ഡെയിലി നിങ്ങൾ വാക്കിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾക്ക് ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്യാനായിട്ട് മടിയുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു ഓപ്ഷനാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം നല്ലതുപോലെ ആയാസപ്പെട്ടൊന്നും നടന്നു പോകുന്നത് നിങ്ങളുടെ ഓവറോൾ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. നിങ്ങളിപ്പോൾ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി തന്നെ ഫോൺ ചവിട്ടിൽ വെച്ചിട്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കഴിവതും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്യുന്നവരുണ്ട്, കിടന്നുകൊണ്ട് ഫോൺ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. ആക്റ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് നിങ്ങൾ വാക്കിംഗ് എങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ 45 മിനിറ്റ്സിനകത്ത് നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി എക്സസൈസും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പറ്റുന്ന ഓരോ ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ടും വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് നോക്കുക. പ്ലേലിസ്റ്റിനകത്ത് ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ആയിട്ടുള്ള എക്സസൈസിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്സസൈസ് പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഏറ്റവും ഈസിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള എക്സസൈസ് ഏതാണോ അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകം നിങ്ങളൊരു കാര്യം കൂടി ഓർക്കണം. നിങ്ങൾക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ഒരുപാട് ആയാസപ്പെട്ടിട്ടുള്ള എക്സസൈസ് ആണെങ്കിലും യോഗയാണെങ്കിലും നിങ്ങൾ ചെയ്യാതിരിക്കുക. പകരം ആ സമയങ്ങളിൽ സെഡൻഡറി ആയിട്ടിരിക്കാതെ വാക്കിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും വയറിന് ബുദ്ധിമുട്ടോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ നമ്മൾ ദേഹം ഒന്നും കൂടി അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വേദന കൂടും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ റൂമിലാണെങ്കിലും വാക്കിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഓവറോൾ നമ്മുടെ ആ ഒരു ബോഡിയെ ഫിറ്റ് ആക്കി വെക്കുന്നതിനും നിങ്ങൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും പറമ്പിലുണ്ടാകുന്ന ഒരു ഐറ്റം വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുമ്പ് ഒരാള് നമ്മുടെ ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയതിന്റെ ഒരു സ്റ്റോറി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഊഹിക്കാം ഇത് പവർഫുൾ ആണെന്നുള്ളത്. കാരണം ഇപ്പൊ ഇത്രയും ആളുകൾ 25-ലധികം പേര് അത് ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയില്ലേ. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് കറിവേപ്പിലേനെ പറ്റിയിട്ടാണ് കേട്ടോ. കറിവേപ്പില ഇല്ലാതെ മലയാളികളുടെ വീട് കുറവായിരിക്കും അല്ലേ. നമ്മളെ കിച്ചണിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. കറികൾക്ക് ടേസ്റ്റ് കിട്ടാനും സ്മെല്ലിനും ഒക്കെ കറിവേപ്പില അത്യാവശ്യമാണ്. ഈ കറിവേപ്പില തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അനീമിക് ആയിട്ടുള്ള, അതായത് രക്തത്തിന്റെ അളവ് കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക്, വിളർച്ചയുള്ള ആളുകൾക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറി ലീവ്സ് സഹായിക്കുന്നു. അതുപോലെ ബ്ലഡിന്റെ ഡെഫിഷ്യൻസി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ടും, അതായത് വയറ്റിൽ നിന്ന് പോകുന്നതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക്, ഒരുപാട് പേര് വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചാലും കുറയാത്ത ആളുകളുണ്ട്. PCOD ഉള്ളവർ, തൈറോയ്ഡ് ഉള്ളവർ, മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് വണ്ണം വെക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. PCOD ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഓവറായിട്ട് നമുക്ക് സ്ട്രെസ് ഉള്ളവരാണെങ്കിൽ, ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്താകും, ഏതാകും, അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുമോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിസ്സാരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്ട്രെസ് ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് കണ്ടൻസ്, ഹെൽത്തി ആയിട്ടുള്ള കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്. കോപ്പർ ഉണ്ട്, മാംഗനീസ് ഉണ്ട്, അയേൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, വിറ്റമിൻ E ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാലേ നമ്മൾ ഭക്ഷണത്തിൽ എല്ലാവരും കറക്റ്റായിട്ട് എടുത്ത് മാറ്റി വെക്കുന്ന സാധനമാണ് കറിവേപ്പില. ആ കറിവേപ്പിലയിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് നിങ്ങളപ്പോൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർക്കും പീരിയഡ്സ് റെഗുലറൈസ് ചെയ്യുന്നതിനും അതുപോലെ എഗ്ഗിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ സ്പേമിന്റെ മോട്ടിലിറ്റിയും അതുപോലെ അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു പെർഫോമൻസ്, ലൈഫ് സ്പാനും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കറിവേപ്പില നിങ്ങൾക്ക് കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ അതിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ആഡ് ചെയ്തിട്ടും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. കറിവേപ്പില നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം അത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിലിട്ട് തിളപ്പിച്ച് അത് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് കറിവേപ്പില വെള്ളം കുടിക്കാവുന്നതാണ് കേട്ടോ. എംപ്റ്റി സ്റ്റൊമക്കിൽ ഗ്രാമ്പൂ വാട്ടർ എടുക്കുന്നവർക്ക് അതിന് ശേഷം ഇത് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അങ്ങനെ വെറും വയറ്റിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കഴിവതും ഓവുലേഷൻ സമയം വരെയെങ്കിലും ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കെമിക്കൽസ് ഉള്ളതും കറിവേപ്പിലയിൽ തന്നെയാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് മേടിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ അത് നല്ലതുപോലെ കഴുകി കുതിർത്തി വെച്ചിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ കേട്ടോ. വീടുകളിലൊക്കെ നമ്മൾ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾ കറിവേപ്പില കൊണ്ടുവന്ന് അതിൻ്റെ ഒരു കമ്പ് നിങ്ങൾ മുളപ്പിക്കാനായിട്ട് വെക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ കറിവേപ്പില പിടിച്ച് കിട്ടും കേട്ടോ. അങ്ങനെ നിങ്ങളത് നോക്കുക. കാരണം ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതല്ലേ, അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇവരൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള സക്സസ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ച ടിപ്സ്. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.